റെസ്റ്റോറൻറ്റിൽ വന്നേ. ഇന്നിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കണ്ട ഇതാണ്. ബ്രെഡും ടോസ്റ്റഡ് ബ്രെഡും പിന്നെ പൊട്ടറ്റോയും പിന്നെ ഇത് എഗ്ഗുമാണ്. പിന്നെ ബ്ലാക്ക് കോഫി. ഇതാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇപ്പോൾ നേരത്തെ ഇറങ്ങണം. ഇന്ന് 5-ാം ദിവസമാണ്. കുറച്ചേറെ നടക്കാനുണ്ട്. പിന്നെ ഏതാണ്ട് വാട്ടർ ബാഗൊക്കെ നിറച്ചു. പിന്നെ 2 വാട്ടർ പ്യൂരിഫിക്കേഷൻ ടാബ്ലറ്റ് ഇതിനകത്തോട്ട് ഇടണമെന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് 2 ടാബ്ലറ്റ്. പിന്നെ അതും കൂടി ഇട്ട് വേണം ഇതിനെയും കൊണ്ടുപോകാൻ. പിന്നെന്താ, പിന്നിത് ORS ഞാൻ ഇന്ന് ORS കൂടി ഇതിനകത്ത് ഇട്ടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇനി പോകുന്ന വഴിക്ക് കുറച്ച് ഭാഗത്ത് ഇനിയും നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഡെമ്പോച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ നമ്മളിന്ന് പിന്നെ പോകുന്ന വഴി കുറേ ദൂരം കൂടെ ഇനി ഇതുള്ളൂ, മരങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായിരിക്കും. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. എൻ്റെ വായുന്നുണ്ടോ പോകുന്നുണ്ടോ? ഭയങ്കര തണുപ്പാണ്. രാത്രി ഭയങ്കരമായ തണുപ്പായിരുന്നു. ഇപ്പം ഇവിടുന്ന് ഞാൻ ഡൗൺ ജാക്കറ്റൊക്കെ ഇന്നിട്ടു. ഇതുവരെ ഇട്ടില്ലായിരുന്നു. ഇന്ന് തൊട്ട് അത് വേണം, അല്ലെങ്കിൽ നമുക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ജാക്കറ്റൊക്കെ ഇട്ടു. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ EBC ട്രെക്കിങ്ങിൻ്റെ 5-ാം ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള 5-ാമത്തെ ദിവസമാണിന്ന്. ഇത് നമ്മൾ ഡിബോച്ചി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ടെങ്ബോച്ച വന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ ദൂരം വന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അത് ഈ ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പം ഇനി ഇവിടുന്ന് ഡിങ്ബോച്ച എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. 6-7 മണിക്കൂർ ഇനി ട്രെക്ക് ചെയ്യണം, എങ്കിലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു വ്യൂ ഒക്കെ കണ്ടോ? അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് റെഡിയായി. അതുകൊണ്ട് ഞാൻ ഇന്ന് തൊട്ട് ഡൗൺ ജാക്കറ്റൊക്കെ ഇട്ടു. കാരണം നല്ല തണുപ്പാണ്. കണ്ടോ നമ്മുടെ ഫായിന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ? കൈയൊക്കെ തണുക്കുന്നുണ്ട്. ഒരു കയ്യിൽ ഗ്ലൗസ് ഇടാൻ പറ്റത്തുള്ളൂ, കാരണം വീഡിയോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ഇട്ട് സ്റ്റിക്കൊക്കെ എടുത്തു. ഗ്ലാസ്സൊക്കെ വെച്ച്. ഗ്ലാസ് അത്യാവശ്യമാണ്, കാരണം നല്ല ചൂട്. നമുക്ക് സൺഗ്ലാസ് എന്തായാലും ഈ UV പ്രൊട്ടക്ഷൻ ഗ്ലാസ് നമുക്ക് എന്തായാലും അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളിപ്പം ട്രെക്കിങ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ഒരു ട്രെക്കിങ് ഇന്നലെ ഭയങ്കരമായിട്ട് ഇന്നലെ ആണ്ടെന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നിയത്. ഇന്നിനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓരോ ദിവസം കഴിയുന്നതും ടഫായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു 8-ാം ദിവസം നമ്മൾ EBC എത്തും. പിന്നെന്താ, ഇവിടം തൊട്ട് നമുക്ക് ഭയങ്കര പൈസയായിരിക്കും എല്ലാത്തിനും. മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് പൈസ 300 രൂപ. പിന്നെ ചൂടുവെള്ളം മേടിക്കണമെങ്കിൽ 500 രൂപ. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിനും വൈഫൈക്കാണെങ്കിൽ 800 രൂപ. അങ്ങനെ ഓരോന്നിനും പൈസയാണ്. ഇനി ഇവിടം തൊട്ട് ഇനി അങ്ങോട്ട് പോകുന്തോറും അത് കൂടി വരും. 1000, 2000 ഒക്കെ ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതോടും പൈസ നമുക്ക് അത്യാവശ്യം വേണം. പിന്നെ എൻ്റെ കയ്യിൽ പവർ ബാങ്കൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ കൊടുത്തില്ല, പവർ ബാങ്ക് വെച്ച് ചാർജ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങാൻ പോവാണ്. ഇവിടെ കണ്ട് കുറച്ച് പേരൊക്കെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം USA നിന്ന് വന്നവരാണ്. ഇവർ നേരത്തെ ഇങ്ങോട്ട് EBC ട്രെക്ക് ചെയ്തവരാണ്. ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. അവർ ഇനിയും പോകുന്നത് കാലാപത്ര വന്ന് പോയില്ലായിരുന്നു. അതിന് കാലാപത്ര പോകാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. എൻ്റെ ഗൈഡ് കണ്ടോ, ഓറഞ്ച് കളറിൽ 2 ജാക്കറ്റൊക്കെ ഇട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഇനിയും പോവാണ്. അപ്പോൾ നമുക്ക് ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, പാം മലയാളമൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പാം ജം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും കാണണം. ആരും സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് എടുക്കാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ്. നമ്മൾ നടന്ന് വന്ന വഴിയാണ്. അതെ, നമ്മളിപ്പോൾ നടന്ന് ഇങ്ങനെ പോവാണ്. നമ്മൾ ലബൂച്ചെ ചെന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡിങ്ബോച്ചയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ദേ ഇവിടുന്ന് വ്യൂ കണ്ടോ?
ഇത് ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? രാവിലെ തന്നെ ഹെലികോപ്റ്റർ. താഴെ കണ്ടോ കൊച്ചി നദി. 7:30 സമയം നമ്മൾ പോകുന്ന വഴിയാണിത്. ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. ഇനിയും കുറേ ലബോച്ചിയോ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളില്ലെന്നാണ് പറഞ്ഞത്. നല്ല കാറ്റുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ മരവിച്ചിരിക്കുവാണേ. ചുണ്ടൊക്കെ കയ്യിൽ ഒരു ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ടോ കൈയൊക്കെ ഇങ്ങനെ തണുക്കുന്നു. ഒരു കൈ സ്റ്റിക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടോയെന്ന് പോലും അറിയുന്നില്ല. ഭയങ്കര തണുപ്പ്, അൺസഹിക്കാവേ. കണ്ടോ താഴോട്ടൊക്കെ നോക്കി. രാവിലെ കണ്ടോ ആൾക്കാർ അവിടുന്ന് EBC നിന്നൊക്കെ വരുന്നവരാണ്. രാവിലെ എണീച്ച് നടന്നായിരിക്കും. ഏതെങ്കിലും സ്ഥലത്ത് താമസിച്ചിട്ട് അവരൊക്കെയാണ് താണ്ടി ഈ വരുന്നതൊക്കെ. ഇവിടെങ്ങും പിന്നെ കല്ലുകളൊന്നും ഇല്ലാത്ത നിരപ്പായ സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് നടക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. വോട്ടർമാരൊക്കെ ബാഗും ഒക്കെ എടുത്ത് പോകുന്നുണ്ടോ. കുത്തി ഒഴുകുന്നുണ്ടോ അവിടെ വെള്ളം ഭയങ്കരമായിട്ട് കുത്തി ഒഴുകുന്ന വെള്ളം. ഞാൻ കാണിക്കാമേ. കണ്ടോ ഇതാ അവിടെ ഒരു മൗണ്ടൻ ബോട്ടിനെ കണ്ടോ? 2 എണ്ണം നിൽപ്പുണ്ടേ. കണ്ടോ ഞാൻ ആ സ്റ്റിക്ക് ചൂണ്ടി കാണിക്കുന്ന ആ സ്ഥലത്തെ കണ്ടോ നിൽക്കുന്നുണ്ടോ 2 എണ്ണം. ഇതാ നമ്മൾ ആദ്യം ഇന്നത്തെ 5ാം ദിവസത്തെ ആദ്യത്തെ തൂക്കുപാലത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. ഇതാ നമ്മൾ തൂക്കുപാലത്തിൽ കൂടാണ് ഈ പോകുന്നത്. നല്ലതായിട്ട് കുലുങ്ങുന്നുണ്ട്. കാറ്റില്ല, വലിയ പ്രശ്നമില്ല. കേട്ടോ നമ്മൾ താഴെ നദിയുടെ സൗണ്ടുണ്ട്. കണ്ടോ മൗണ്ടൻസ് ഉണ്ട് അവിടെ. അടിപൊളി, സൂപ്പർ. വെളിയിൽ കൂടെ ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? സൂര്യൻ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നു. ഇത് കാണുന്നതാണ് അഹമ്മദപള്ളം മൗണ്ടൻ. കണ്ടോ കാണുന്നേ കണ്ടോ? ഒരു വലിയൊരു മൗണ്ടൻ കണ്ടോ? അതാണ് അഹമ്മദപള്ളം. അടുത്ത ഹെലികോപ്റ്റർ വന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഹെലികോപ്റ്റർ തന്നെ കണ്ടോ? ഇവിടെ നിന്നൊരു വ്യൂ കേട്ടോ. ഇത് മേളി ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് കൊച്ചി നദി ഇങ്ങനെ ഒഴുകുന്ന ഈ വെള്ളം അങ്ങ് ഗ്ലേഷ്യറിൽ നിന്ന് വരുന്ന. നമ്മൾ പോകുന്ന വഴി ഇങ്ങനെയാണ് പോകുന്നത്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് വരുന്ന കണ്ടോ? നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് കണ്ടോ ആ പാലം കയറി ഇങ്ങനെയായിരുന്നു നമ്മൾ വന്നത്. ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ നോക്കിയേ. രാവിലത്തെ ഒരു വ്യൂ അടിപൊളി. കുറച്ച് നടന്നപ്പോഴത്തേക്കുണ്ടല്ലോ ചൂടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ജാക്കറ്റ് സിപ്പൊക്കെ ഊരി ഇട്ട്, കാരണം ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നത്. കുറേ ആൾക്കാർ പോയിട്ട് വരുന്നവരെ കാണാം കേട്ടോ. അടിപൊളിയല്ലേ ഇവിടുന്ന് കാണാൻ? സൂപ്പറല്ലേ? ഓക്കെ, എല്ലാം ഫോറിനേഴ്സാ കേട്ടോ. ഇന്ത്യൻസിന് ആരെയും കാണുന്നില്ല. നല്ല വെയില. അതെ, സൂര്യൻ നമ്മുടെ മുകളിലേക്കുണ്ടോ കാണാൻ തോന്നുന്നു. എനിക്ക് കാണുമ്പോൾ നോക്കാൻ പറ്റണില്ല. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. കണ്ടോ അടിപൊളിയല്ലേ കാണാൻ ഇവിടെയൊക്കെ? എന്നാ രസം. നമുക്ക് കണ്ടാലും മതിയാവത്തേയില്ല. അതുപോലെ ഭംഗിയാണ് കാണാൻ. നമ്മൾ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇനിയുണ്ട് കുറേ ദൂരം പോകാൻ. അപ്പോൾ ആദ്യം കുറച്ച് സമയം അങ്ങ് വീഡിയോ എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കുറേ കിട്ടുമല്ലോ. അതാണ് ഞാനിങ്ങനെ സ്ലോ ആവുന്നത്. ഇത് കാണുന്നതാണ് കൊണ്ടേരി മൗണ്ടൻ. ആ വൈറ്റ് കളറിൽ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്നുണ്ടോ ആ മൗണ്ടനെ. ഒരു ഹെലികോപ്റ്റർ അപ്പോൾ പോകുന്നു.
ഇത് അവിടുന്ന് വീണ്ടും ഹെലികോപ്റ്റർ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ഓരോന്നിരിക്കുകയാണ്. ഇത് അമ്പത്തപ്പള്ളം മൗണ്ടൻ നമുക്കിങ്ങനെ അടുത്ത് കണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങ് കാണുന്ന വലിയ മൗണ്ടാണ്. എന്നാ രസമാണ് ഇവിടെ എല്ലാം കാണാൻ. ഇതുണ്ടോ, അത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതാന്ന് തോന്നുന്നു. അതുണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗമൊക്കെ കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാമോ. രാവിലെ നല്ല ചൂട്, ഇതാണ്ട് സൂര്യൻ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ജാക്കറ്റൊക്കെ ഊരിക്കളയാൻ തോന്നുന്നു, അതുപോലെ ചൂടെടുക്കുന്നു. ഇപ്പം ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു, ഇപ്പം ഭയങ്കര ചൂടാണ്. അയ്യോ ഇതുണ്ടോ നമ്മൾ പോകുന്ന വഴിയുണ്ടോ, ഈ വഴി കൂടാണ് നമ്മൾ പോകുന്നത്. നോക്കി കുറച്ച് മുകളിൽ വന്നപ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. നോക്കി എന്ത് രസമാണ് കാണാനല്ലേ, കണ്ടോ. നമ്മൾ ഇനിയും പോകുന്ന വഴിയാണേ, ഇങ്ങോട്ടാണ് പോകണ്ടേ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. അവിടെ ഗ്ലേഷ്യറിൽ നിന്നുള്ള വെള്ളം വരുന്നുണ്ട്. രണ്ട് മഞ്ഞും മലകൾ കാണാം. ഇന്നലെ തൊട്ട് വന്ന റൂമിൽ ഇവിടെ തൊട്ട് നമുക്ക് ഫ്ലഷ് ചെയ്യാനുള്ള വെള്ളമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് ടാപ്പ് വേറെ ഇല്ല യൂസ് ചെയ്യാൻ. കാരണം ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വെറ്റ് പൈപ്പ്സും അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതേ പറ്റുള്ളൂ. കാരണം രാവിലെ പല്ല് തേച്ചു ഒരു കണക്കിന്, വായിലോട്ടൊക്കെ വെള്ളം കൈയൊക്കെ മരവിച്ചിരിക്കും. വെള്ളമൊക്കെ എടുക്കാനും തന്നെ വലിയ പാടാണ്. എന്നാലും ഞാൻ പല്ല് തേക്കുന്നുണ്ട്. ഒരു പട്ടി പോകുന്നുണ്ടോ, ഹിമാലയൻ പട്ടി പോകുന്നുണ്ടോ, പാടാ. ഞാൻ മലയാളത്തിൽ പാടാന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് പോയി. ഇത് കണ്ടോ, ഇങ്ങനെ കല്ലുകളാണ് ഇനി അങ്ങോട്ട്. കണ്ടോ ഒരു പാലമൊക്കെ ഉണ്ട് അവിടോട്ട്. പാറകൾ ആണിവിടൊക്കെ. ഇവിടൊക്കെ പ്രെയറൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. നമുക്ക് നടന്നുകൊണ്ട് ഒത്തിരി സംസാരിക്കാൻ പറ്റത്തില്ല. അതിനൊന്നാമത് ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വീഡിയോ എടുത്ത് പോകുന്നത്. മൊത്തം എനിക്ക് സംസാരിച്ച് പോകാൻ പാടാണ് കേട്ടോ. കണ്ടോ എന്താ രസം നോക്കി, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. നമ്മളിപ്പം പമ്പോച്ചെ എന്ന് പറഞ്ഞ വില്ലേജിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ നാംചെ ബസാറിൽ നിന്ന് കണ്ട ഒരു മൗണ്ടനാണ് ആ കാണുന്നത്. അതിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ടോ ചെറുതായത് കണ്ടോ. ഇങ്ങനെ നോക്കിയേ ഈ മൗണ്ടൻസൊക്കെ നോക്കിയേ, താഴെ കണ്ടോ കൃഷിയാണേ. അതാണ് പമ്പോച്ചെ എന്ന് പറഞ്ഞ വില്ലേജ് ആ കാണുന്നത്. ഞാൻ കാണിച്ചു തരാം, നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ആ കാണുന്ന മൗണ്ടൻ കണ്ടോ, അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തൊരു ചെറിയ സംഭവം കണ്ടോ, അവിടാണ് മൗണ്ട് എവറസ്റ്റ്. കണ്ടോ ആ കാണുന്ന അതെ. പക്ഷെ നമുക്ക് തോന്നും അതിലും വലിയ മൗണ്ടൻ അല്ലേ ഇതെന്ന്. പക്ഷേ അത് അങ്ങോട്ട് പോകുന്നതോറും നമുക്കത് ചെറുതായിട്ട് വരും. നമ്മുടെ എവറസ്റ്റ് ഇങ്ങനെ വലുതായിട്ട് പിന്നെ കാണാം. മനസ്സിലായോ? ഇതാണ് പമ്പോച്ചെ എന്ന് പറഞ്ഞ വില്ലേജാണ് ഇത്. കണ്ടോ ഇവിടെയൊക്കെ കൃഷിയാണേ. കണ്ടോ കൃഷിക്ക് വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഉള്ളതാണിതൊക്കെ ഈ വില്ലേജിൽ. കണ്ടോ എന്താ ഭംഗി നോക്കി നമ്മുടെ മൗണ്ട് എവറസ്റ്റ് കാണാൻ. കണ്ടോ അതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷനിൽ കാണുന്ന ചെറിയ ഭാഗം, അവിടാണ് മൗണ്ട് എവറസ്റ്റ്. കണ്ടോ ഇതൊക്കെ കണ്ടോ, അടിപൊളിയല്ലേ. എല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് ഈ ഒരു മലയൊക്കെ. അവിടെയും കണ്ട ആ ഭാഗത്തുമൊക്കെ എന്താ രസം. എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല. അതുപോലെ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ ഇത് ആസ്വദിക്കാൻ തന്നെ തോന്നും. കാരണം അത്രയ്ക്ക് ഭംഗിയായി. ഇത്രയും വലിയ മൗണ്ടനൊക്കെ നമുക്കിങ്ങനെ അത്ര അടുത്ത് കാണുന്നത് തന്നെ എന്താ ഭംഗിയെന്നറിയാമോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് നേരിട്ട് കണ്ടാലേ അത് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് എത്രമാത്രം ഞാനിത് പറയുന്നത് നിങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇതെങ്ങനെ നമുക്ക്
നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഇത്. എനിക്കത് കാണാൻ പറ്റുക. എനിക്കിനി മൗണ്ട് എവറസ്റ്റ് കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി. നമ്മൾ പങ്ബോച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഹൈറ്റ് എന്ന് പറയുന്നത് 3930 ആണ്. കണ്ടോ, പങ്ബോച്ചെ ഇതൊരു വില്ലേജാണേ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ചെറിയ ഷോപ്പിങ്ങിനുള്ള സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. രണ്ട് ആപ്പിളൊക്കെ ഇരിക്കുന്നു. പോന്നു നമ്മുടെ യാക്കുകൾ രാവിലെ തന്നെ സാധനവുമായിട്ട് താഴോട്ട് പോവാണ്. കണ്ടോ ഈ വില്ലേജിലുള്ള വീടുകളൊക്കെ കണ്ടോ. ഷർപ്പ ടീ ഷോപ്പ് ഇവിടെ എല്ലാം. ഇന്ന് നടക്കാൻ വലിയ പ്രശ്നമില്ല, പക്ഷെ കയറ്റമുണ്ട്. പിന്നെ നല്ലതായിട്ട് ചൂടെടുക്കുന്നു. കണ്ടോ ഈ വില്ലേജ് കണ്ടോ. ഇവിടെയൊക്കെ കണ്ടോ ഈ കല്ലുകൾ ഇങ്ങനെ നിർത്തി വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഓരോന്നൊക്കെ എഴുതിയിരിക്കുന്നതാണ് ഇതൊക്കെ. കണ്ടോ ഇത് ടിബറ്റൻ ലാംഗ്വേജിലാണ് തോന്നുന്നു. കണ്ടോ ഇതൊക്കെ ഇങ്ങനെ എഴുതിയതാണ് എന്തൊക്കെയോ. കണ്ടോ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കണ്ടോ, ഈ സൈഡിലെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണിത്. കണ്ടോ ഇത് കണ്ടോ തുണിയൊക്കെ കഴിയുന്ന ഇവിടെ അവർ കാലിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് കാലുകൊണ്ട് വെള്ളത്തിനകത്ത് വെച്ച് ഭയങ്കര തണുത്ത വെള്ളമായിരിക്കും ഇവിടെ രണ്ട് തുണിയൊക്കെ കഴിയുന്ന. അവിടെ ഒരു കുതിരകൾ നിൽക്കുന്നുണ്ടോ. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്ന. അങ്ങന്നാണ് നമ്മളിപ്പോൾ നടന്ന് വന്നത്. ഇനി പോകുന്ന വഴി ഇനി ഇങ്ങനെ പോകണം. ആ വഴി അങ്ങോട്ട് പോകണം. ഇതാ ഇങ്ങനെ കയറണമേ. ഇതുപോലുള്ള ഇനി സ്റ്റെപ്പുകളാണ്. ഇനി കുറേ ദൂരം ഇങ്ങനെ കയറിപ്പോണം. കണ്ടോ ഇനി ഇതെല്ലാം രണ്ട് സൈഡിലും നടിങ്ങനാണ്. കണ്ടോ മുകളിൽ നിന്ന് വെള്ളം വരുന്നുണ്ടോ. കേട്ടോ കൃഷി നദി നല്ല കുത്തി ഒഴുകുന്നത് കണ്ടോ. ആ കാണുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ കണ്ടോ, അവിടെ നമ്മളിപ്പോൾ എത്തണം. അത് സമോറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് പറഞ്ഞാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്കത്ര മനസ്സിലാവില്ലല്ലോ. എന്തായാലും അവിടെ നമ്മളെത്തണം. ഇപ്പോൾ 10 മണിയായി. 7 മണി 7:30 നടക്കാൻ തുടങ്ങിയാണ്. കണ്ടോ കയറിപ്പോകുന്ന വഴി ഇന്ന വഴിയാണ് കാണുന്നത്. അങ്ങനെയാണ് വന്നത്. എന്നാണ്ട് നമ്മൾ സമോറ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലെത്തി. 4040 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോഴേ. കണ്ടോ എവറസ്റ്റ് കിച്ചൺ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ സമോറ എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് എത്തിയിരിക്കുന്നത്. നടന്ന് ഇപ്പം ഏകദേശം 10:30 മണിയായി. ഇനിയും ഉണ്ട് പോകാൻ. അപ്പം ഞാൻ ഈ വീഡിയോ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ ചായയോ കാപ്പിയോ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിൽ, റെസ്റ്റ് എടുക്കണമെങ്കിൽ, വാഷ്റൂമിൽ പോകണമെങ്കിൽ ഒക്കെ വേണ്ടി ഇവിടെ കയറിയതാണ്. ഇത് എൻ്റെ ബാക്ക് സൈഡ് കാണുന്നുണ്ടോ. കണ്ടോ കുറേ ആൾക്കാർ കയറി വരുന്നുണ്ടോ. പോട്ടർമാരൊക്കെയാണ് കയറി വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇനിയുള്ള വീഡിയോ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണണം. അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഇനിയും നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.